ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. ഇന്ന് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് വേറെ എങ്ങോട്ടുമല്ല. എങ്ങോട്ടാ എനിക്കറിയില്ല. ഞങ്ങൾ അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എവിടെ പോകണം എന്നുള്ള പ്ലാനൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ എയിം ചെയ്തു എങ്ങോട്ട് പോകണം. നല്ല ഒരു ലേക്ക് പോയിന്റിൽ പോകാൻ തന്നെ വിചാരിച്ചു. അവിടെ നല്ല രസമാണ്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കുന്ന സ്ഥലം. ഇതാണ് ഞങ്ങളുടെ ആ പ്ലേസ്. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇതുപോലത്തെ കുറേ പ്ലേസസ് ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഭയങ്കര വേറൊരു രസമാണ്. ഇപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് നമുക്കിവിടെ വല്ലാതെ നിൽക്കാൻ പറ്റില്ല. ഈ ചൂടിലും പുകയിലും നമ്മൾ എങ്ങനെ ഇവിടെ കുറേ നേരം ഇരിക്കും? ലബീബക്ക് ഇപ്പോൾ തന്നെ ചുവിയർത്ത് തുടങ്ങി. ഞങ്ങളിപ്പോൾ വാങ്ങിക്കുന്നത് കരക്കാണ്. ഞാനും ലബീബയും കരക്കും വാങ്ങി. ജംഷി അനസീഫ് എന്ത് വാങ്ങി? നല്ല ജിഞ്ചർ ലൈം പൈനാപ്പിൾ ഫ്ലേവർ അങ്ങനെ വാങ്ങി. അപ്പം ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഈ പ്ലേസസ് ആണ്. നല്ല സറൗണ്ട് ഉണ്ട് കേട്ടോ, നല്ല സർക്കിളായിട്ട് അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇത് എക്സാക്ട് സീ സ്പോട്ടാണ് പറയില്ല, നമുക്ക് ലേക്കിൻ്റെ ഒരു സ്പോട്ടായിട്ട് ഇത് കാണാൻ പറ്റുള്ളൂ. ലേക്കിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ്. അങ്ങനെ ഞാൻ ഈ സ്ഥാനത്ത് ലക്ഷ്യമാക്കി ഇതേ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇവിടെ തന്നെ മതിയെന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കുകയാണ്. മജ്ലിസ് ഭയങ്കര രസമാണല്ലോ ഇരിക്കാൻ. അപ്പോൾ ദേ ലബീബ എണീറ്റോ നമുക്ക് എവിടെ ഇരിക്കാം, യോഗ ലെമണി എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റ് ഞങ്ങൾ ടേബിളിലെത്തി. കാരണം എന്താ അറിയാമോ, നമ്മൾ അവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൂടി അടക്കണം. അപ്പം നമ്മൾ വിചാരിച്ചു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പൈസ ഒന്നും അടയ്ക്കേണ്ട, നമുക്ക് തൽക്കാലം ഇവിടെ മതി എന്നും പറഞ്ഞ് ചായ കുടിക്കാനല്ലേ എന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുടിക്കുന്നത് നല്ല പാൽ ചായ കരക്കാണ്. അവർ കുടിക്കുന്നത് ഞാൻ പറഞ്ഞ ആ ഫ്ലേവറൊക്കെയാണ്, ഫ്ലേവർ ടീ ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരമൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. രാത്രിയാകുമ്പോൾ കുറച്ചൊരു കാറ്റൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ ടൈം ആയതുകൊണ്ട് ഈ ഒരു സീസൺ ഇപ്പോൾ ഒരു ചൂട് സീസണാണ് സൗദി അറേബ്യയിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാമെന്ന് പറഞ്ഞ് നമുക്ക് AC ഉള്ള ഇങ്ങോട്ടേലും പോവാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് നീങ്ങി. അപ്പോൾ ഞങ്ങൾ നെഖീൽ ദമാം മാളിൽ എത്തിയിട്ടുണ്ട്. ഈ മാള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ചൂടിൽ നിന്നും തണുപ്പിലേക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു AC. ഈ മാളിലുള്ള പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ലക്ഷറി മാളാണ്. ഇവിടെ ഒരുപാട് അറബിയാണ് അധികം കൂടുതൽ വരാറുള്ളത്. അറബി നമ്മളെ മലയാളീസ് ഇവിടെ വരവ് കുറവാണ്. ഒന്നാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാളിലുള്ള എല്ലാ സംഭവത്തിനും, എല്ലാ ഷോപ്പിനും, എല്ലാ ബ്രാൻഡ്സിനും, എല്ലാ കഫേക്കും ഭയങ്കര റേറ്റാണ്, മുടിഞ്ഞ റേറ്റാണ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ആളുകൾ ഇവിടെ കാണുന്നത് വളരെ കുറവാണ്. അപ്പോൾ മിക്ക ആളുകളും ഇവിടെ അറബി തന്നെയാണ് വരുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വസ്ത്രധാരണയിൽ ഇവിടെ വരണം. കാരണം ഇവിടെ നിങ്ങൾ നോക്കൂ, മിക്ക ആളുകളും വന്നിട്ടുള്ളത് നല്ല ഡീസൻറ്റ് കോസ്റ്റ്യൂമിലാണ്, പർദ്ദയിൽ തന്നെയാണ് എല്ലാവരും വന്നിട്ടുള്ളത്. ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും അവരുടെ ആ കന്തൂറ ആ ഒരു രീതിക്കാണ് അവർ വന്നിട്ടുള്ളത്. നമ്മളായിട്ട് എന്തെങ്കിലും കലമ്പ് കാട്ടി അതും ഇതും ഇട്ട് വരണ്ടല്ലോ. കുറച്ച് മുന്നേ നസീഫ് ഈ മാളിലോട്ട് ഷോർട്സ് ഇട്ട് വന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു പോയി പാൻറ് ഇട്ടിട്ട് വാടാ എന്നും പറഞ്ഞ് അവനെ ആട്ടി വിട്ടു ഗൈസ്. ഷോർട്സ് ഒന്നും ഈ മാളിൽ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ ഷോർട്സൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് മുന്നേ ആയിരുന്നു. ഇപ്പോൾ ഇവിടെ എന്തിടാൻ പറ്റും. ഈ ഒരു മാളിൻ്റെ മാത്രം പ്രത്യേകതയാണത്. അപ്പോൾ നമ്മൾ ഒരു ഷോപ്പിലോട്ട് കയറി. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നല്ല വിലയാണ്, ഒന്നും നോക്കണ്ട, നോക്കിക്കണ്ടു പോരാം എന്ന് മട്ടിൽ ഞങ്ങൾ ഇവിടെ കയറി. ഇവിടെ കയറിയപ്പോൾ നല്ല രസമുള്ള പർദ്ദ, പിന്നെ അതുപോലെ നല്ലൊരു ലോങ് ഗൗണ്, ഭയങ്കര ഡിസൈനായി ചെയ്യിപ്പിച്ച നല്ല അടിപൊളി ഗൗണൊക്കെ ഉണ്ട് കേട്ടോ. ആ യെല്ലോ കളറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. റേറ്റ് നോക്കണ്ട, റേറ്റ് ഞാൻ പറഞ്ഞല്ലോ, നല്ല റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുത്തെ പർദ്ദൻ്റെ റേറ്റ് കാണിച്ചു തരാം. പർദ്ദൻ്റെ ഇവിടെ റേറ്റ് വരുന്നത് 500 സംതിങ് റേറ്റാണ്. അതായത് നമ്മുടെ നാട്ടിലെ 11,000 സംതിങ് വരും ഒരു പർദ്ദയ്ക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. അതേപോലെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഗൗണൊക്കെ അല്ലേ, അതിനും വരുന്നുണ്ട് ഒരു 500-600 റേറ്റൊക്കെ. അപ്പോൾ ഈ പർദ്ദയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പർദ്ദ ഇട്ടാൽ തന്നെ ഭയങ്കര സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും, കാരണം നല്ലൊരു ഫിനിഷിങ് പർദ്ദയാണ്. പിന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ഗൗണിൻ്റെ ഒരു ഷോപ്പിലേക്കാണ്. ഇവിടെ ഭയങ്കര അടിപൊളി ഗൗണുണ്ട് ഗൈസ്, ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, ഒരു എലഗൻറ്റ് ലുക്ക്. ഇതിട്ടാൽ തന്നെ ഒരു എലഗൻറ്റ് ലുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളിതിൻ്റെ വില നോക്കിയപ്പോൾ 3740 രൂപയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഗൗണിന്. അപ്പോൾ 3740 എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? ഈ 76,000 സംതിങ് അത്ര വരും. 76,000 അങ്ങനെ വരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ഗൗൺസിനും 3,000-4,000 ഈ റേറ്റിലാണ് വരുന്നത്. 3,000 4,000 ഇതിൻ്റെ റേറ്റ് കണ്ടോ, 3,200 രൂപയാണ് ഈ ഒരു ഗൗണിന് വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ പറയണ്ടല്ലോ, വീണ്ടും 77,000-76,000 ഈ ഒരു എമൗണ്ടിലാണ് വരിക. പിന്നെ ഞങ്ങൾ നല്ല ഒരു സിമ്പിളായിട്ടുള്ള ലുക്കിലുള്ള ഒരു ഗൗണൊക്കെ നോക്കി അതിനും നല്ല റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫ്രോക്ക് എനിക്ക് നല്ല ഇഷ്ടമായി. ഈ ഗോൾഡ് ആൻഡ് വൈറ്റ് മിക്സിങ്ങിൽ വരുന്ന ഈ ഒരു ഷെയ്ഡ്, ഈ ഒരു കളർ ഷെയ്ഡ് തന്നെ ഭയങ്കര ഭംഗിയുണ്ട്. ഭയങ്കര ഒരു ഷൈനിങ് ഒക്കെ ഉണ്ട് അതിന്.
അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ഒരു കളറ് അപ്പോൾ നല്ല രസമുണ്ട് ഇതൊക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ റേറ്റ് ചുമ്മാ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ 3400 എങ്ങാനുമാണ് വരുന്നത്. അപ്പോൾ ലബീബയും ഞാനും ഇങ്ങനെ ഇതൊക്കെ നോക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾക്ക് ഇവിടെ നിന്ന് തന്നെ കല്യാണ ഡ്രസ്സ് എടുക്കാം, ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിക്കണം ഇനി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളും കല്യാണമല്ല, ഞങ്ങൾ രണ്ടാളെ ഹസ്ബൻഡുമായിട്ടുള്ള കല്യാണമാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ആ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാമല്ലോ എന്നൊക്കെ നിങ്ങളിങ്ങനെ പറയുകയാണ്. എന്തായാലും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഇത്ര വില നമ്മൾ മേ ബി ആയാലോ, ആവാതിരിക്കട്ടെ. അത്ര വിലയൊക്കെ കൊടുത്ത് വേറെ എന്തൊക്കെയാണ് വാങ്ങാമല്ലേ ഗൈസ്. നല്ല ചുമലുടുപ്പ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മളിതാ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മളുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോപ്പിൽ കയറി. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇതുവരെ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.